You want to see you. അതെ. Come on. ആമേൻ. ഒന്ന് വീഡിയോ ഓൺ ആക്കുക. ക്രിസ് ടെൽസിനോ. ക്രിസ് വീഡിയോ ഓൺ ആക്കണം. സ്റ്റേസി ഓൺ ആക്കണം. ആദിൽ, ബിജു, മാത്യു. ടീച്ചേഴ്സ് ആണെങ്കിലും പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോസ്. ടീച്ചേഴ്സ് നിങ്ങൾ ഓൺ ആക്കുക. കാരണം ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസിന് അതൊരു റോൾ മോഡലായിരിക്കും തീർച്ചയായിട്ടും. ക്രിസ്റ്റൽസൺ, ജോഷുവ, മാളവിക, പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറ. സ്റ്റേസി, അപർണ. ഓക്കെ, ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള വീക്കാണ്. അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്കൊരു ഗെയിമിലൂടെ തുടങ്ങാം അല്ലേ? യെസ്. ഓക്കെ, ഗെയിം ഇതാണ്. ചില ഇമേജസ്, മിക്കവാറും ആ ഇമേജുകളെല്ലാം വളരെ പോപ്പുലർ ആയിരിക്കും, വളരെ പ്രസിദ്ധമായി നിങ്ങളുടെ ഹിസ്റ്ററിയിലോ അല്ലതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും എന്തായാലും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സിലബസിലുള്ള കാര്യങ്ങളായിരിക്കും ചില കാര്യങ്ങൾ. പക്ഷെ ചിലത് നിങ്ങളുടെ സിലബസിലോ നിങ്ങൾ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ജനറൽ നോളജിലുണ്ടാകാം. നമ്മുടെ GK അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇന്റർനാഷണലും നാഷണലും ലോക്കലൊക്കെ ഇതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ചില വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ചില ഇമേജസ്, ചിലപ്പോൾ അതൊരു നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അതൊരു ചിലത് നമ്മുടെ പാസ്റ്റിന്റെ പ്രസംഗത്തിൽ വരുന്ന കാര്യങ്ങളായിരിക്കാം, പാസ്റ്റ് കൂടെ ഉദാഹരണങ്ങൾ പറയുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളുടെ ഫോട്ടോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഷേപ്പ് അങ്ങനെയുള്ളതൊക്കെ കാണിക്കുന്ന സമയത്ത്, ഓരോന്ന് കാണിക്കുന്ന സമയത്ത് ആ കാര്യം എന്തിനെ കാണിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ മെയിൻ കാര്യം അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ടൈപ്പ് ഉണ്ട്. അതിന്റെ സിഗ്നിഫിക്കൻസ് പേര് മാത്രം മതി. ഓക്കെ. അപ്പൊ അതെന്താണെന്നുള്ളത് പേര് കൃത്യമായിട്ട് നിങ്ങൾ ഇടണം. അപ്പൊ നിങ്ങൾക്കൊരു അനുവാദം ഉണ്ട്. സാധാരണ എല്ലാ ഗെയിമും കളിക്കുമ്പോൾ പറയും നിങ്ങൾ ആരും ഗൂഗിൾ ചെയ്യരുത്, ബൈബിൾ തുറക്കരുതൊക്കെ പറയും. പക്ഷേ ഈ ഗെയിം നിങ്ങൾക്ക് എല്ലാമാണ്. അതെ, നിങ്ങൾക്ക് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, യാഹൂ ചെയ്യാം. യെസ്. അപ്പൊ ഇതൊരു ഫൺ മാത്രമല്ല, കുറച്ച് നോളജ് തരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇമേജ് സെർച്ച് എന്ന് പറഞ്ഞ സെർച്ച് ഉണ്ട് ഗൂഗിളിൽ. ഇമേജ് സെർച്ച് അത് നിങ്ങൾക്കറിയാമോ? I mean, if you know that image search, how to do image search, most of you know. Okay, അപ്പോൾ ഇമേജ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അല്ല, നിങ്ങൾക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവുകയാണ്, ഓക്കെ ദിസ് മസ്റ്റ് ബി ദിസ്. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് അതിനെയൊക്കെ നിങ്ങൾ അനുമാനിച്ച് ഗസ് ചെയ്തൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്തൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് പോയാലോ? ഫസ്റ്റ് നിങ്ങൾക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഞങ്ങൾ തരികയാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലേ? ഓച്ച് മീഡിയ ഫസ്റ്റ് ഇമേജ് എന്താ നോക്കൂ. ഓക്കെ, നിങ്ങൾക്ക് കാണാം അല്ലേ? എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ഞങ്ങളൊരു കൃത്യമായ സ്പെല്ലിംഗ് ഇടണം. ഓക്കെ, എല്ലാവരും ഇടണം. കൃത്യമായ ആൻസർ വരട്ടെ. കൃത്യമായ ആൻസർ വരട്ടെ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇതെന്താണ്, ഇത് എവിടെയാണ്? ആദ്യം നിങ്ങൾ പേരിടുക. അതെന്താണെന്ന് ഇപ്പൊ ഇടുക. പേര് മാത്രം മതി. പേര് മാത്രം മതി. ഓക്കെ, പേര് മാത്രം മതി. ആ സ്റ്റാച്ചു എന്താണ് അതിന്റെ പേര്? ഗൂഗിളൊക്കെ ചെയ്ത് നോക്കാം. എവിടെയാണെന്നൊന്നും ഇപ്പൊ ഇടണ്ട. ഈ സ്റ്റാച്ചുവിന്റെ പേര് മാത്രം ഇടാം, അല്ലേ? പോരട്ടെ. സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണേ. ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഇതുപോലും തെറ്റരുത്. കാരണം നിങ്ങൾ അതെ ടീൻസ് ക്ലബിലാണ് നിങ്ങൾ, വണ്ടർ കിഡ്സിലല്ല. ഓക്കെ, മതി അല്ലേ? ഓക്കെ, ഒത്തിരി പേര് ആൻസർ ഒക്കെ ഇടുന്നുണ്ട്. കറക്റ്റ് ആൻസർ കൃത്യമായ സ്പെല്ലിംഗിൽ ആരാ പറഞ്ഞിരിക്കുന്നേ? ആദിൽ, ബിജു, മാത്യു. ആദിൽ ബിജു തന്നെയാണ് ആദ്യം ഇട്ടിരിക്കുന്നതും. സ്പെല്ലിംഗ് കറക്റ്റ് ആണ്, ശരിയല്ലേ? ഓക്കെ, ആദിൽ ബിജു എവിടെ ഒന്ന് കാണട്ടെ ആളെ. എനിക്കൊന്നു എല്ലാ ആഴ്ചയിലും സമ്മാനം കൊണ്ടുപോകാറുള്ള. ഓക്കെ, ആദിൽ ബിജു കറക്റ്റ് ആൻസർ ആണ്. ആൻസർ എന്താണ്? ക്രൈസ്റ്റ് ദ റിഡീമർ എന്ന് പറഞ്ഞ ബ്രസീലിലുള്ള വലിയ ഒരു ജീസസിന്റെ സ്റ്റാച്ചു ആണ്. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ വർഷം ഒളിമ്പിക്സ് ഒക്കെ നടന്നപ്പോൾ ഞാൻ പല പ്രാവശ്യം പിന്നെ ഫിഫ വേൾഡ് കപ്പിലൊക്കെ നമുക്ക് കാണുമായിരുന്നു. നമ്മുടെ മോഡേൺ 7 വണ്ടേഴ്സിൽ ഒന്നാണ് ഈ ഒരു ക്രൈസ്റ്റ് ദ റിഡീമർ എന്നുള്ളത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ഇതിങ്ങനെ അവന്റെ ആംസ്, യേശുവിന്റെ കൈ തുറന്നു നിൽക്കുന്ന ആ ഔട്ട്സ്ട്രെച്ച്ഡ് ആംസ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റർ,
അത് ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ 92 ഫീറ്റ് ആണെന്നാ പറയുന്നത്. അതാണ് ക്രിസ്ത്യൻ വേൾഡിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. യേശു ഓപ്പൺ വൈഡ് ആംസോട് കൂടി തന്റെ മക്കളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു സിമ്പിളാണത്. കൂടുതൽ ഡീറ്റെയിൽസ് വരികയാണ്. നെയ്തൻ പറയുന്നു അത് റിയോ ഡി ജനീറോ ബ്രസീലിലാണ്. കറക്റ്റ് ആൻസർ. ഗ്രേറ്റ്. അടുത്തതിലേക്ക് പോകാൻ ഇനി അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി എന്താണെന്ന്. അപ്പൊ നിങ്ങൾ പേര് മാത്രം ഇപ്പൊ ഇടുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിന് ആൻസർ സമയത്ത് നിങ്ങൾക്ക് വഴി ഇട്ടോ. ഓക്കെ, ഇട്ടിട്ട് പോയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതെന്താണ്? ശ്രദ്ധിക്കണം. നിങ്ങളെ ഇന്ന് ഞങ്ങൾ ചിലപ്പോൾ ട്രിക്ക് ചെയ്യാൻ നോക്കും. കുറച്ച് വ്യത്യാസമുള്ള സാധനമാണിത്. അതുകൊണ്ട് ഒറ്റടിക്ക് ചാടിക്കേറി ആൻസർ ചെയ്യരുത്. ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക. കൊറോണ ഇത് ഭൂമിക്ക് തീ പിടിച്ച പോലെയുണ്ടല്ലോ. പോരട്ടെ, കൊറോണയാണോ ഡെൽറ്റയാണോ എന്താണിത്? ഇത് ഭൂമിക്ക് തീ പിടിച്ച പോലെയുണ്ട്. സർക്കിളായി നിൽക്കുന്ന കുറെ പുകയൊക്കെ വന്നു കണ്ടില്ല. കോളിഫ്ലവർ അത് വിശക്കുന്നുണ്ടോ? സ്നാക്ക് ടൈം ആയിട്ടുണ്ട്, അതാണ് കോളിഫ്ലവർ. അതെന്താണ് മറ്റേ ഇത് ചെറിയ സംഭവം മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, ജെംസ് മിഠായി ഒട്ടിച്ച് വെച്ചേക്കുവാണ്. എന്തായിരിക്കും നമുക്ക് നോക്കാം. കൊറോണ ആണോ? ആരാണ് കറക്റ്റ് ആൻസർ? ഒമിക്രോൺ ആണ് ആക്ച്വലി. അത് കൊറോണയുടെ ഇതിൽ നിന്നും ഞാനാണ് പറഞ്ഞത്. പേരെന്താ? നീറ. എന്താ പേര്? ആൻസർ ഞാനാണ് ചോദിച്ചത്. കറക്റ്റ് ആൻസർ ആണ്. ഗിവ് ഇറ്റ് അപ്പ് ഫോർ നിറായ. ഓക്കെ, ഇനി അടുത്തത് ഒരു റിയലിസ്റ്റിക് ഇമേജ് ആണ്. അതാരാണെന്ന് നോക്കാം. ഒരു പേഴ്സൺ ആണ്. അയാളുടെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക. നിങ്ങൾക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ആളാണ്. Who is this? Come on, correct spelling വരണം. ഫുൾ നെയിം വരണം. ഫുൾ നെയിമിനാണ് സമ്മാനം. ഫുൾ നെയിം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഫുൾ നെയിം സെർച്ച് ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, പോരട്ടെ. ഇനിയും വരാണ്ട് ആൻസേഴ്സ്. ഇനിയും വരാണ്ട്. വരട്ടെ. കറക്റ്റ് സ്പെല്ലിംഗ് പോരട്ടെ. കറക്റ്റ് സ്പെല്ലിംഗ്. തേർഡ് നെയിം ഉണ്ടെങ്കിൽ തേർഡ് നെയിം വരെ വരട്ടെ. ഓക്കെ, കറക്റ്റ്. മലാല എന്ന ആൻസർ പലരും നൽകി. പക്ഷെ ഫസ്റ്റ് കൃത്യമായ സ്പെല്ലിംഗ് ഇസഡ് ഇന്ത്യതാരാണ്. IZAI എന്ന സ്പെല്ലിംഗിൽ കൃത്യമായി ആൻസർ ഇട്ടിരിക്കുന്നത് നമ്മുടെ നെയ്തൻ ക്രിസ് ചെറിയാനാണ്. വീഡിയോ ഓൺ ആക്കിക്കേ. നെയ്തൻ കാണുന്നില്ല, ഇരുട്ടിലാണോ? നമുക്കറിയാം, ഒരു പാകിസ്ഥാനി ആക്ടിവിസ്റ്റ് ആണ്, സോഷ്യൽ വർക്കർ ആണ്, വേൾഡ്സ് യങ്ങസ്റ്റ് നോബൽ പ്രൈസ് വിന്നർ ആണ് മലാല, അല്ലേ? സത്യം പറഞ്ഞ വലിയൊരു റെവല്യൂഷൻ തന്നെ ആ ഒരു മേഖലയിൽ കൊണ്ടുവന്ന ഒരു വനിതയാണ്. നെക്സ്റ്റ് നമുക്ക് സ്പിരിച്വലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലെറ്റ്സ് സീ. ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാം. അതെന്താണ്? എവിടെയാണ് എന്താണ് സാധനം? ഓക്കെ, നോക്കാം നമുക്ക് ആരെങ്കിലും പറയുന്നുണ്ടോന്ന്. Let's see people, come on, answer. Praying hands, United Nations. Okay, ഇതെന്താണ് സംഭവം എന്നൊന്ന് പറയണം. പ്രേയിങ് ഹാൻഡ്സ് ആണ്. പക്ഷെ അതിന് പേരുണ്ട്, ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. പകുതി ആൻസർ ഒക്കെ വന്നിട്ടുണ്ട്. പകുതി ആൻസർ ഫുള്ളിങ്ങോട്ട് പോരട്ടെ. റേച്ചൽ ചെറി ഫുൾ പോരട്ടെ. Hands of oral. Okay, make it complete. റേച്ചൽ ഒന്ന് ആൻസേഴ്സ്. റേച്ചൽ ഇങ്ങനെ അടുത്തോ നിൽക്കണം ആൻസറിന്റെ. ഗൂഗിൾ ഒക്കെ സെർച്ച് ചെയ്യാം അല്ലേ? സോറി റേച്ചൽ അല്ല, ആദിൽ. കറക്റ്റ് ആയിട്ട് പോരട്ടെ. യുണൈറ്റഡ് നേഷൻ പീസ്. അശ്വതി സലിമോൻ ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആണ്. യൂണിവേഴ്സിറ്റി
The crazy part is that അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, നിങ്ങൾ ആ ശരിക്കും ഇമേജിലേക്ക് ശരിക്കും നോക്കിയേ, അതിന്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. അശ്വതി സൽമോൻ. Yes, please. അശ്വതി അത് നോക്കി വായിച്ചിട്ട് ടൈപ്പ് ചെയ്തതാണോ അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നത്? അല്ലല്ലേ, അറിയാമായിരുന്നോ? അതെ അതെ. അല്ല, അറിയായിരുന്നോ? ഗൂഗിൾ ചെയ്തു, ഇമേജ് സെർച്ച് ചെയ്തു. നമ്മുടെ സാക്ഷാൽ നെഹമായ പഠിക്കുന്ന ഇതാണത്. അപ്പോൾ തന്നെ ജോയൽ ഓസ്റ്റിൻ, കെന്നത്ത് കോപ്ലാൻഡ്, ഡോൺ മോയൻ, അങ്ങനെ നിരവധി പേർ പഠിച്ചിറങ്ങിയ സ്ഥലമാണ്. ആമേൻ. മാത്രമല്ല വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റും മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യലുമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ, പ്രത്യേകിച്ച് നമ്മുടെ ടൈപ്പൊക്കെ ഉള്ള ഒരു കരിസ്മാറ്റിക് പെന്റക്കോസ്റ്റൽ ഉപദേശങ്ങളിലൊക്കെ അത് അധിഷ്ഠിതമായ ഒരു ഏറ്റവും മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ നമുക്ക് അടുത്തത് നമുക്ക് ഇന്റർനാഷണലിൽ നിന്ന് ലോക്കലിലേക്ക് വന്നാലോ? ഓക്കെ, ലെറ്റ്സ് സീ. ഇതെന്താണ്? ഇതെവിടെയാണ്? ഇതെന്താണ്? നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് ഫോർട്ട് കൊച്ചിന്ന് ഒരാൾ പറയണ്ട്. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ്. ഫോർട്ട് കൊച്ചി ആണോ? ഫോർട്ട് കൊച്ചി ആണോ ശരിക്കും? ഫോർട്ട് കൊച്ചി ആയിരിക്കും. വാസ്കോ ഡി ഗാമ ഫോർട്ട് കൊച്ചി വഴി വരെ പോയത്. അത് ഞാൻ സെറ്റാക്കി, ഞാൻ പുള്ളിന് വഴി മാപ്പൊക്കെ കാണിച്ചു. ഇത് ഏതെങ്കിലും ടെമ്പിൾ ആണോ ഇനി കണ്ടിട്ട്? ഇത് എനിക്ക് തോന്നുന്നു പിരമിഡിന്റെ മേൽഭാഗം എടുത്ത് കളഞ്ഞിട്ട് ബാക്കി കേരളത്തിലോ ഇന്ത്യയിലോ വന്ന് ഫിറ്റ് ചെയ്ത് വെച്ചേക്കും. ഇരിക്കട്ടെ, പിള്ളേര് മനസ്സിലാവും. ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഗൂഗിളിൽ വരെ സെർച്ച് ചെയ്യാം. നമ്മുടെ ഒരു ക്ലൂ വേണേ തരാം അല്ലേ? കേരളത്തിലാണ് ആൻസറുകൾ പോരട്ടെ, കറക്റ്റ് സ്പെല്ലിംഗ് പോരട്ടെ. കറക്റ്റ് ആൻസർ നൽകിയിരിക്കുന്നത് ക്രിസ് മാത്യു. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഫോർട്ട് ഇൻ കേരള ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ കാസർഗോഡ്. ഇത് 200 വർഷത്തോളം പഴക്കമുള്ള ഒരു കാസർഗോഡ് ജില്ലയിലെ മലബാറിലുള്ള ഒരാൾ പോലും ആൻസർ ചെയ്തില്ലല്ലോ. ഈ കഷ്ടമുണ്ട് കേട്ടോ, നിങ്ങളുടെ നാട്ടിലുണ്ടായൊരു കാര്യം അല്ലേ? നെക്സ്റ്റ് നമുക്ക് കുറച്ച് വേഗത്തിൽ പോകാം. അടുത്തത് എന്താണ്? ഇത് മറ്റേ ഇത് വളരെ അല്ലേ? അതെ, ക്ലൂ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ക്ലൂ കൊടുക്കണ്ട. ഭയങ്കര ഈസി ആയിട്ടുള്ള ഇപ്പൊ തന്നെ ആൻസേഴ്സ് വരും. താജ്മഹൽ. സൂപ്പർ, അടിപൊളി. താജ്മഹൽ അല്ല, മറ്റേ ലണ്ടനിലുള്ള പ്രിൻസ് ചാൾസിന്റെ ഏറ്റവും അവിടെ ആ ടവർ നോക്കിയാൽ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പ്രത്യേക മതക്കാർ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ്. ഒരു ക്ലൂ തരാം. ഓക്കേ, ഒരു ആൻസർ, കുറെ ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ആൻസർ പറയാലോ? ആൻസർ ഈസ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ. യെസ്, ഇൻ വത്തിക്കാൻ. അല്ലേ, റോമിൽ അല്ലേ? മോസ്റ്റ് ക്രിസ്ത്യൻ വിസിറ്റഡ് പ്ലേസ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ്. നമുക്കറിയാം കാത്തലിക്സിന്റെ കേന്ദ്രമാണ്. പോപ്പ് അവിടെ വന്നാണ് മെയിൻ മെസ്സേജും തന്റെ സ്പെഷ്യൽ ഇതെല്ലാം കൊടുക്കുന്നത്. സെയിന്റ് പീറ്റർ സ്ക്വയർ ആണ് കറക്റ്റ് ആൻസർ. ആരാണ് പറഞ്ഞത്? ആദിൽ ബിജു മാത്യു. അല്ല, ആദിൽ ബിജു മാത്യു നേരത്തെ മുമ്പ് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. സെയിം ആദിൽ ബിജു മാത്യു ആണ് ഗുഡ് പറഞ്ഞത്. മോർണിംഗ്. സൂപ്പർ. നല്ല നീയല്ലേ താജ്മഹൽ എന്ന് പറഞ്ഞത്? അല്ല. നെക്സ്റ്റ് എന്താണ്? നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? അടുത്തത് പറയുന്നവനാണ് താരം. ഹിസ്റ്ററി അറിയാവുന്നവൻ താരം. ഓക്കെ, ഇത് പറയുന്ന ആൾക്ക് ഞാൻ വീട്ടിൽ വന്ന് മഞ്ജു കഴിച്ചു. പക്ഷെ ഇത് ചിലപ്പോ ഗൂഗിൾ സെർച്ചിൽ പെട്ടെന്ന് കിട്ടിയാലോ? പെട്ടെന്ന് കിട്ടും. ഇതെന്താണ്? എവിടെയാണ്? ക്രിസ്മസ് ആണ് ബുദ്ധിമാൻ. ആ ഫോട്ടോയിലുള്ള പേര് തന്നെ അടിച്ചു വെച്ചേക്കാം. ഹിറ്റ്ലർ ഒരു ക്യാമ്പ്. അതാണ് അതിന്റെ പേര്, ഹിറ്റ്ലർ ഒരു ക്യാമ്പ്. ഹിറ്റ്ലറിന് ഒരു ക്യാമ്പല്ല, കുറെ ക്യാമ്പ് ഉണ്ടായിരുന്നു. പുള്ളി അതൊക്കെ തകർത്തു. എന്നാലും അവൻ പറഞ്ഞതൊക്കെ കുറെയൊക്കെ ശരിയാണ് അല്ലേ? It's a clue. Good guess. Okay, Noah as Jacob. Yes. Adil Biju Math. Noah. അല്ലേ? നോഹ അല്ലേ? Auschwitz concentration camp in Poland. നമുക്കറിയാം.
നമുക്കറിയാം നാസി പട്ടാളം ഒത്തിരി ഹിറ്റ്ലറിന് കീഴിൽ ഒത്തിരി ആളുകളെ ഹോളോകോസ്റ്റ് എന്നറിയപ്പെടുന്ന രീതിയിൽ പോരാത്തനി യഹൂദന്മാരെ തടവിലാക്കി അവര് ഗ്യാസ് ചേമ്പറുകളും പല പല മെത്തേഡുകൾ കൊല്ലാൻ വേണ്ടി കണ്ടുപിടിച്ചു, ഓരോ എക്യുപ്മെന്റ്സുകളും മെത്തേഡുകളും. അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഹോളോകോസ്റ്റ് ചെയ്ത സ്ഥലമാണെന്ന് പറയുന്നത് പോളണ്ടിലാണ് ഈ സ്ഥലം. ഓക്കെ, ഇനി ഒരു 2 കൂടി ഉണ്ട് നമുക്ക് അല്ലേ? അതെ, ഒരു നമ്മുടെ സ്പിരിച്വൽ ഇതിലേക്ക് പോവാം. അതെ, ഓക്കെ, ലെറ്റ്സ് സീ വാട്ട്സ് നെക്സ്റ്റ്. ഇതാരാണ്? ഇതാരാണ്? Come on. Helen Keller. Who is this? Who is this? Helen Keller. ഇതെങ്ങനെ കണ്ടുപിടിച്ചു ഹെലൻ കെല്ലർ ആണെന്ന്? സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണേ. ഹെലൻ കെല്ലർ എന്ന് എഴുതിയാലും കറക്റ്റ് സ്പെല്ലിംഗ് ആയിരിക്കണം ഹെലൻ കെല്ലറിന്റെ. Okay, I think we got the answer. Yes. It's Adil Biju Matthew. Adil Biju Matthew answer. The answer is പണ്ഡിറ്റ് രമാഭായ്. Yes. പണ്ഡിറ്റ് രമാഭായ് ആരാണ്? നമ്മുടെ ഇന്ത്യയിൽ പൂനെയില് ഒരു മുക്തി മിഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ച ആള് മാത്രമല്ല ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഫ്രീഡത്തിന് വേണ്ടി നിന്ന ഒരു വനിതയാണ്. ഷീ വാസ് എ വുമൺ ഓഫ് ഗോഡ്. അപ്പോൾ തന്നെ ദ ആര്യ മഹിളാ സമാജം സ്ത്രീകൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു നല്ലൊരു വനിതയാണ്, ഒരു മിഷണറിയാണ്. I think last one കൂടി ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. So here we go. ഇതൊന്നും സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആരാണ്? പക്ഷേ ഇതില് കുറെ ക്ലൂ ഉണ്ട്, നിങ്ങളത് അതിനനുസരിച്ച് ഇത് കണ്ടുപിടിക്കണം. ഇത് ആരാണ്, എവിടെയായിരുന്നു, എത്ര കോളേജ് ഉണ്ടായിരുന്നു, ഇതെന്തിനാണ് നിങ്ങൾ സെർച്ച് ചെയ്തത്? അറിയില്ലേ ആരാണെന്ന്? നമ്മുടെ ഡാമിംബാസിന്റെ Oh my God, the best answer ever. നെറയ ബ്രോ എന്നൊക്കെ. ആദിൽ ബിജു. സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യണം. Yes, we got the answer. It's not Ambani, it's DGS Dinakaran. ജോൺ മാത്യു ആണ് ആദ്യം ആൻസർ ഇട്ടത്. Yes, Adil Biju Matthew. അല്ലല്ല, ജോൺ മാത്യു ആദ്യം ഇട്ടു, പക്ഷേ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. പക്ഷേ ആദിൽ ബിജു അതുകൊണ്ട് ആദിൽ ബിജു മാത്യു ആണ് ഇന്നത്തെ സ്റ്റാർ. ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് പറഞ്ഞ ആദിൽ ബിജു മാത്യു. നമ്മുടെ പാസ്റ്ററിന്റെ സ്പിരിച്വൽ ഫാദറും കൂടിയാണ്. നമ്മുടെ പാസ്റ്റർ രക്ഷിക്കപ്പെട്ടതും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൂടെയാണ്. അപ്പോൾ തന്നെ ഇന്ത്യൻ ഇവാഞ്ചലിസത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. മാത്രമല്ല ജീസസ് കോൾസ്, നമ്മുടെ കാരുണ്യ യൂണിവേഴ്സിറ്റി, അതിന്റെ എല്ലാം ഫൗണ്ടറാണ്. ദൈവം നിയോഗിച്ചൊരു മഹത് വ്യക്തിയാണ്. ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും ഒരു സ്പിരിച്വൽ ട്രഷറാണ് DGS ദിനകരൻ. ഇനി നമുക്ക് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. Teens, are you ready to worship? Are you ready? Can I see some thumbs up here? സൂമിൽ thumbs up ഓ ഹാർട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്. എന്തെങ്കിലും ഇട്ട് നിറയ്ക്കും, ഫുൾ സൂം നിറയ്ക്കും. Come on guys, you can do it. സൂമിൽ ഇട്. Okay, let me see some hearts. Let me see some celebration going on, because we are going to celebrate Jesus. Woohoo! Amen. Awesome, because our God is greater. Hallelujah. Our God is stronger. Amen. Hallelujah. നമുക്ക് കർത്താവിനെ ചേർന്ന് ആരാധിക്കാം. ഇന്നത്തെ ആരാധനയിൽ നമ്മുടെ അകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കർത്താവിനോട്ട് അങ്ങോട്ട് കൊടുക്കുക. അവൻ്റെ നാമത്തിലേക്ക് അങ്ങോട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആരാധിക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ പഠനത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത്, നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താണോ ഇന്ന് കർത്താവിനോട് പറയാനുള്ളത് അത് യേശുവിനോട് സംസാരിക്കുക. ഇന്ന് വിടുതൽ പ്രാപിക്കുക. ഹല്ലേലൂയ. ആരാധിക്കാം. Of the blood,
There's no one like you, none like you. Into the darkness you shine. Out of the ashes we rise. There's no one like you, none like you. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, amen. Our God, come on, Teenz. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God. Into the darkness you shine. Out of the ashes we rise. There's no one like you, none like you, none like you. Our God is greater. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, hallelujah. Turn the word up. Our God is greater, our God is stronger. God, you are higher. ശബ്ദം ഉയർത്തുന്ന പാടിക്ക മക്കളെ. Our God is healer, awesome in power. Our God, our God. And if our God is for us, then who could ever stop us? And if our God is with us, then what could stand against? And if our God is for us, then who could ever stop us? And if our God is with us, then what could stand against? And if our God is for us, then who could ever stop us? And if our God is with us, then what could stand against? Hallelujah. അർത്ഥം മനസ്സിലാക്കി നമുക്ക് ഒരിക്കൽ കൂടി പാടിയാലോ? Then what could stand against? And if our God is for us, then who could ever stop us? And if our God is with us, then what could stand against? Then what could stand against? Our God is greater, our God is stronger. God, you are higher than that. നമ്മുടെ ഏതു പ്രശ്നത്തിനും നടുവിലും അവൻ ഏറ്റവും വലിയവൻ. ഹല്ലേലൂയ. പറ്റുമെങ്കിൽ ഒന്ന് ഉറക്കെ പാടാമോ? ഹല്ലേലൂയ. ആമേൻ. എല്ലാ പ്രശ്നത്തിനും മീതെ നീ വലിയവൻ കർത്താവേ. Our God is greater. Our God is greater. പ്രശ്നത്തെ നോക്കിക്കൊണ്ടൊന്ന് പാടാമോ? നമ്മുടെ മുന്നിലുള്ള ഓരോ തടസ്സങ്ങളെയും നോക്കി ഒന്ന് പാടിക്കേ. സാത്താനെ നോക്കിക്കൊണ്ടൊന്ന് പാടിക്കേ. അവൻ കേൾക്കട്ടെ. എന്റെ യേശു വലിയവൻ, നമ്മുടെ യേശു വലിയവൻ. നമ്മുടെ ഏതു പ്രശ്നത്തിനും നടുവിൽ അവൻ വലിയവൻ. Hallelujah. Our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God. Hallelujah, 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 hallelujah. Amen. Amen. ഈ സൺഡേ ഈ വീക്കിൽ നമ്മൾ ഗിവിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഗിവിംഗ് എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? നമുക്ക് സ്നേഹം കൊടുക്കാം, പണം കൊടുക്കാം, ഹെൽപ്പ് ചെയ്യാം, പല രീതിയിലുണ്ട്. ചാരിറ്റബിൾ ഇതിന് കൊടുക്കാം. പക്ഷേ പെട്ടെന്ന് ഗിവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ടൈത്തിങ്ങിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു ചർച്ച് സിനാരിയിൽ നമുക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ടൈത്തിങ്? അതിൻ്റെ ഒരു ബേസിക്, ഇതിൻ്റെ ഒരു വീഡിയോ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ആദ്യം വാച്ച് ചെയ്യാൻ പോവുകയാണ്. Let's watch together. Video.
tithing has not been a church's invention. As well as the Sabbath, it has been established by God Himself, and it is practiced by all those who recognize Him as the Creator and Provider, and who accept the Bible as His Word. It was by Jesus Christ Himself, who gave His life for the life of the world, that this plan was devised. Abraham paid tithe long before the establishment of the Jewish nation, because instead of being a Jewish institution, tithe was planned to be a blessing to the whole of humanity. When alone, far from home, and with no material support, Jacob also promised to God, "Of all that you give me, I will surely give a tenth to you." As the Israelites were about to be established as a nation, the law of tithing was reaffirmed. And all tithe of the land is the Lord's. It is holy unto the Lord. And concerning tithe of the herd or the flock, of whatever passes under the rod, the 10th one shall be holy unto the Lord. But how can I know if tithe should really be 10% of all the income or increase? Can I return a different percentage as tithe? Should I return it from my salary only? What about the other incomes? Good questions. The very word tithe is a translation from the Hebrew word maaser, which means a tenth or 10%, which is the same. So, as any percentage different from that cannot be called tithe, it is very important for the believer to regularly verify all the income or increase from any source, recognize it as coming from God, and calculate the exact amount that represents 1/10 of the blessing. Let us follow Solomon's invitation. Honor the Lord with your possessions and with the first fruits of all your increase, so your barns will be filled with plenty, and your vats will overflow with new wine. Wow. Okay. വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു. ഇതിൽ ടൈത്തിനെ കുറിച്ചാണ് കണ്ടത്. ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. പക്ഷേ നമ്മുടെ ടീൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഏജിൽ പലരും ചിന്തിക്കുന്ന നമുക്ക് സാലറി കിട്ടുമ്പോഴാണ് ടൈത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഏജിൽ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് നമുക്ക് ടൈത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? ഓക്കെ. മാത്രമല്ല ഇത് എന്തിനു വേണ്ടിയാണ് ടൈത്ത് കൊടുക്കുന്നത്, അതിന്റെ ബെനിഫിറ്റ് കിങ്ഡം ഓഫ് ഗോഡിൽ എങ്ങനെ ഉണ്ടാകുന്നതെന്നും കൂടി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വാച്ച് ചെയ്യാം. ഓവർ ടു മീഡിയ. ലെറ്റ്സ് വാച്ച് ടുഗദർ. Seen one of these before? It's called a tithing envelope. You know what's inside? It's a tithing slip. We can use a tithing slip and a tithing envelope when we want to pay our tithing. We put our money inside and we fill out the slip. Then we put the white copy inside, and you keep the other copy. Then we send it to the bishop. Do you know what tithing means? It means 1/10. If you have $10, tithing is $1. If you have 10 quarters, tithing is 1 quarter. If you have 10 pennies, tithing is 1 penny. If you have a lot of money, then you pay a lot of tithing. If you only have a little money, then you only pay a little tithing. No matter how much money you have, it's always 1/10. After we give our money to the bishop, where does the money go? Our tithing money is used for lots of things. It builds new church buildings. It builds new temples. It supports the missionary program. It supports the church welfare program. And it supports the church schools. Heavenly Father has asked us to give 1/10 of everything we earn to tithing. Since Heavenly Father has given us everything we have,
It's really just giving a little bit back to Him. When we pay tithing, we're obeying a commandment from Heavenly Father. Paying tithing helps us remember that everything comes from Him. It helps us show that we're thankful and that we love Him the most. If you want to see more videos, please subscribe and click the bell. Wow, that was so good, അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആകുന്നു. ഓക്കെ, ഇനി അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ബിഗ് ബോസ് ചോദിക്കാൻ പോവുകയാണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ കൃത്യമായ ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പറയാൻ പറ്റും. വളരെ ശ്രദ്ധിച്ച് ആ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ബിഗ് ബോസ്, ഓവർ ടു ബിഗ് ബോസ് ചേട്ടൻ. Hello teens, welcome back to the quiz session with the big boss. Are you ready for today's question? ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. What does Leviticus 27 tell us about tithing? ദശാംശത്തെ കുറിച്ച് ലേവ്യ പുസ്തകം 27-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ, ഇറ്റ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ്, അത് അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നു. ഓപ്ഷൻ ബി, ഇറ്റ് ഇസ് ഹോളി അൺ ടു ദ ലോർഡ്, അത് ദൈവത്തിന് വിശുദ്ധമാകുന്നു. നമ്പർ 3, ഇറ്റ് ഇസ് മാൻഡേറ്ററി ടു ഗിവ് ടു ദ ലോർഡ്, ദൈവത്തിന് കൊടുക്കുക എന്നുള്ളത് ഒരു നിബന്ധനമാണ്. ഓക്കെ ടീൻസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എല്ലാ ആൻസറാണ്, പക്ഷെ അതിലൊരെണ്ണം മാത്രമേ കൃത്യമായ ആൻസർ ഉള്ളൂ. ലെവിറ്റിക്കസ് 27 എന്താണ് പറയുന്നത്? Time is up. The right answer is option B. It is holy unto the Lord. ശരി ഉത്തരം ഓപ്ഷൻ ബി, ഇത് ദൈവത്തിന് വിശുദ്ധമാകുന്നു. Congratulations to all the winners of this week's quiz question. God bless you all. യെസ്, ആ കറക്റ്റ് ആൻസർ നൽകിയത് ആരാണ്? നോഹയാണ് ഫസ്റ്റ് ആൻസർ നൽകിയിരിക്കുന്ന ഓപ്ഷൻ ബി, ഹോളി അൺടു ദി ലോർഡ്. അതിന് മുൻപുള്ള ആ ഓപ്ഷൻസിലുള്ള എല്ലാ ആൻസറും കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ തന്നെയാണ്. ഇൻ ദ സെൻസ് അത് ടൈത്തിങ്ങിന്റെ ആവശ്യമാണ്. പക്ഷേ ലെവിറ്റിക്കസ് 27-ൽ ഉള്ള പോയിന്റ് ഇറ്റ് ഈസ് ഹോളി അൺടു ദി ലോർഡ്. കറക്റ്റ്, കറക്റ്റ്. ഓക്കേ, സോ ഇനി അടുത്തത് ക്ലാസ്സിലേക്ക് പോകണ്ടേ? മെയിൻ തിങ് ആണ് നമ്മുടെ ക്ലാസ്സുകളിലേക്ക്, സൂം ക്ലാസ്സിലോട്ട്. ഇപ്പൊ ഇവിടത്തെ സെഷൻ ഇവിടെ കഴിഞ്ഞെങ്കിലും അവിടുത്തെ ക്ലാസ്സിലോട്ട് നമ്മളിപ്പോ പോകാൻ പോവാണ്. സോ അതുവരേക്കും നെക്സ്റ്റ് സൺഡേ നമ്മൾ എന്തായാലും കാണും. ഓക്കെ, എവറിബഡി ജോയിൻ. ഓക്കെ, സോ നെക്സ്റ്റ് സൺഡേ കാണാം. സോ ടിൽ ദെൻ ബൈ എവറിബഡി, ബൈ.